നമസ്കാരം. പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലി സ്പെഷ്യലായ ഉക്കാരയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടുന്ന ചേരുവകൾ: കടലപ്പരിപ്പ്, ഒരു 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 100 ഗ്രാം നെയ്യും ആണ് ഇതിന് നമുക്ക് വേണ്ടുന്ന ചേരുവകൾ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ കടലപ്പരിപ്പിനെ കുക്കറിൽ ഒരു 3 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കുക. അങ്ങനെ കുഴഞ്ഞു പോകരുത്. നമ്മൾ ഏത് പാത്രത്തിനാണോ കടലപ്പരിപ്പ് എടുക്കുന്നത് ആ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നമ്മൾ വെന്ത് പോകരുത്. ഇതാ ഇത്രേ വേകാൻ പാടുള്ളൂ. ഇതാണ്ട കാണിച്ചു തരും. ഇതാണ് അങ്ങനെ വേവിച്ചെടുത്ത കടലപ്പരിപ്പാണ് ഇത്. വേണ്ട, ഇത് നന്നായി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഒപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ശർക്കര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ സാധാരണ കടലപ്പരിപ്പ് നമ്മൾ 200 ഗ്രാമാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കരയാണ് നമ്മൾ അതിനെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അലിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ച് പാകാക്കാണ്. ഇതാണ്ടോ ഇങ്ങനെ ഒരു പാകമാണ്, നൂൽപ്പാകം. ഇതാ കണ്ട. മുമ്പ് ഞാൻ നാളികേരം പറയാൻ മറന്നുപോയി. ഒരു 30 ഗ്രാം നാളികേരം ചുരണ്ടിയതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ്ടോ ഇങ്ങനെ പൊടിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ടോ അങ്ങനെ ഈ ഒരു പാകമാണ് ഇതിൻ്റെ പൊടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കാൻ. വേണ്ട, നന്നായിട്ട് ചേർത്തിളക്കി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് നമുക്കിത് ഉലർത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇളക്കുമ്പോഴിങ്ങനെ ആദ്യം കുഴഞ്ഞ പോലെ നമുക്ക് തോന്നും. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിയുമ്പോഴാണ് നന്നായിട്ട് ഉതിർന്ന് നമ്മൾ ഉപ്മാവൊക്കെ ആവണ പോലെ, റവ ഉപ്മാവൊക്കെ നമ്മൾ ഉലർത്തിയെടുക്കില്ലേ, അതേപോലെയാണ് വരിക. ആദ്യം ഇങ്ങനെ തോന്നും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എങ്ങനെയാണ് ഇത് ശരിയാവണമെന്ന്. ഇതിന് കുറേ സമയം എടുക്കും കേട്ടോ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറാവും ഇത് തയ്യാറാക്കി വരാൻ. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം കറക്റ്റായിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും സിമ്മിലാക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് 3-4 പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് പാകമായിട്ട് കണ്ട, നല്ല ഉപ്പേരി നമ്മളുടെ തോരനൊക്കെ ആകുന്ന പോലെ നന്നായിട്ട് ഉതിർന്ന് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതാ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ വറുത്ത കശുവണ്ടി, കണ്ട. ഇനി ഈ ചീനിച്ചട്ടിയിൽ തന്നെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാം പാകമായി കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ വർഷത്തെ നമ്മളുടെ ഉക്കാര തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ. താങ്ക് യു.